ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 247 വാല്യം 6 ഗലീലിയായിലെ ബെത്ലഹേമിൽ അവർ എത്തിയപ്പോൾ സന്ധ്യാസമയമായി. ഈ പേരുള്ള പട്ടണങ്ങളുടെ എല്ലാം ഭൂപ്രകൃതി ഒന്നുപോലെ ആയിരിക്കണമെന്നുള്ളത് അവയെ സംബന്ധിച്ചുള്ള വിധിയാണെന്ന് തോന്നുന്നു. പച്ച പുതച്ച് പൊങ്ങിയും താണും കാണപ്പെടുന്ന കുന്നുകൾ, വൃക്ഷങ്ങളും ആട്ടിൻപറ്റങ്ങൾ മേയുന്ന പുൽത്തകിടികളും ധാരാളം. മഹത്വമേറിയ സൂര്യാസ്തമയം കഴിഞ്ഞു. എങ്കിലും അതിൻ്റെ ചുമപ്പ് നിറം ആകാശത്തുണ്ട്. അന്തരീക്ഷത്തെ മുഖരിതമാക്കുന്ന മണിയടി ശബ്ദം ഇടയന്മാരുടെ വീടുകളിൽ നിന്നും ഉതിരുന്നു. ആടുകളുടെ കരച്ചിലും വഴികളിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ സ്വരവും എല്ലാം ഒന്നിച്ചു കേൾക്കുന്നുണ്ട്. ഒരു ബഹളം. സൈമണിൻ്റെ മകൻ യൂദാസും കറിയോത്തുകാരൻ. സൈമണും കൂടെ പോയി നമ്മൾക്കും സ്ത്രീകൾക്കും വാസസ്ഥലം കണ്ടുപിടിക്കണം. ഗ്രാമത്തിൻ്റെ നടുക്ക് ഒരു സത്രമുണ്ട്. ഞങ്ങൾ അവിടെ വന്നേക്കാം. അവർ അനുസരിക്കുന്നു. ഈശോ അമ്മയുടെ നേർക്ക് തിരിഞ്ഞു പറയുന്നു, ഈ ബെത്ലഹേം മറ്റേതുപോലെ ആയിരിക്കില്ല. എവിടെയാണ് വിശ്രമിക്കേണ്ടതെന്ന് കണ്ടെത്തും. ഈ കാലത്ത് യാത്ര ചെയ്യുന്നവർ കുറവാണ്. രാജകൽപ്പന ഇല്ലതാനും. ഈ കാലാവസ്ഥയിൽ പുൽത്തകിടികളിലോ ആട്ടിടയന്മാരുടെയും ആട്ടിൻകുട്ടികളുടെയും കൂടെയോ കിടന്നുറങ്ങാൻ സുഖമാണ്. മേരി അവളുടെ മകനെയും ജിജ്ഞാസയോടെ അവരെ തുറച്ചു നോക്കി നിൽക്കുന്ന ഏതാനും ഇടയ ബാലന്മാരെയും നോക്കി പുഞ്ചിരിക്കുന്നു. മേരിയുടെ പുഞ്ചിരിയുടെ മനോഹാരിതയിൽ വിസ്മയിച്ച് ഒരുവൻ അടുത്ത് നിന്നവനെ കൈമുട്ടുകൊണ്ട് തൊട്ടിട്ട് പറയുന്നു, ഇത് അവൾ തന്നെ ആയിരിക്കണം. അനന്തരം നല്ല ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നീങ്ങി നിന്ന് പറയുന്നു, കൃപാവരം നിറഞ്ഞവളെ മംഗളം, കർത്താവ് നിന്റെ കൂടെ ഉണ്ടോ? മേരി കൂടുതൽ മാധുര്യമുള്ള പുഞ്ചിരിയോടെ മറുപടി പറയുന്നു, അതാ അത് കർത്താവാണ്. ഈശോയെ അവൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈശോ തൻ്റെ സഹോദരന്മാരോട് കസിൻസ് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഭിക്ഷ യാചിച്ച് അടുത്തു ചെന്നവർക്കും സഹായം നൽകാൻ അവരോട് പറയുകയാണ്. മേരി ഈശോയെ മെല്ലെ സ്പർശിച്ചുകൊണ്ട് പറയുന്നു, മകനെ, ഈ ഇടയ ബാലന്മാർ നിന്നെ അന്വേഷിക്കുകയാണ്. എങ്ങനെയെന്നറിഞ്ഞുകൂടാ, എന്നെ അവർക്ക് മനസ്സിലായി. ഐസക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണം. വെളിപ്പെടുത്തലിൻ്റെ പരിമളം അവിടെ തൂകിയിട്ടുണ്ടാകണം. ചെറുപ്പക്കാരാ, ഇങ്ങു വരൂ. ഇടയ ബാലൻ 10-14 വയസ്സ് പ്രായം കാണും. മെലിഞ്ഞവനെങ്കിലും ശക്തിയുള്ളവൻ. ഇരുനിറം, നല്ല കറുത്ത തിളങ്ങുന്ന കണ്ണുകളുള്ളവൻ, മുടിയുള്ളവൻ, ആട്ടിൻതോലി ധരിച്ചിരിക്കുന്നവൻ, കാഴ്ചയ്ക്ക് മുന്നോടിയുടെ ഒരു ചെറു പതിപ്പ്. വശീകരിക്കപ്പെട്ടതുപോലെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് സന്തോഷപൂർവ്വം ഈശോയുടെ അടുത്തേക്ക് വരുന്നു. ബാലക, നിനക്ക് സമാധാനം. മേരിയെ നീ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഞാൻ മനസ്സിലാക്കി. രക്ഷകന്റെ അമ്മയ്ക്ക് മാത്രമേ ഇതുപോലുള്ള ഒരു മുഖഭാവവും ഇതുപോലുള്ള ഒരു പുഞ്ചിരിയും ഉണ്ടാകുകയുള്ളൂ. ഒരു ദേവദൂതന്റെ മുഖം, നക്ഷത്രം പോലുള്ള കണ്ണുകൾ, ഒരു അമ്മയുടെ ചുംബനത്തേക്കാൾ മാധുര്യമേറിയ പുഞ്ചിരി. അവളുടെ മേരി എന്നുള്ള പേര് പോലെ തന്നെ മാധുര്യമുള്ള പുഞ്ചിരി. മനുഷ്യനായി പിറന്ന ദൈവപുത്രന്റെ മീതെ കുനിഞ്ഞു നിൽക്കത്തക്ക പരിശുദ്ധിയുള്ളവൾ. ഇതെല്ലാമാണ് ഞാൻ അവളിൽ കണ്ടത്. ഞാൻ അവളെ അഭിവാദ്യം ചെയ്തു. കാരണം ഞങ്ങൾ അങ്ങയെ അന്വേഷിക്കുകയായിരുന്നു. കർത്താവെ, അങ്ങയെ ആദ്യമേ അഭിവാദ്യം ചെയ്യാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഞങ്ങളെക്കുറിച്ച് ആരാണ് നിന്നോട് പറഞ്ഞത്? മറ്റേ ബെത്ലഹേമിൽ നിന്ന് വരുന്ന ഐസക്ക്. ശരൽക്കാലത്ത് ഞങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഐസക്ക് ഇവിടെ ഉണ്ടായിരുന്നോ? ധാരാളം ശിഷ്യരുമായി ഇതുവരെ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഇടയന്മാരായ ഞങ്ങളോട് അവൻ സംസാരിച്ചു. ഞങ്ങളത് വിശ്വസിച്ചു. കർത്താവെ, ആ അനുഗ്രഹീത രാത്രിയിൽ ഞങ്ങളുടെ കൂട്ടുകാർ ആരാധിച്ചതുപോലെ നിന്നെ ആരാധിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. അവൻ ആ വഴിയിലെ പൊടിയിൽ മുട്ടുകുത്തുകയും പട്ടണത്തിൻ്റെ വാതിൽക്കൽ ആട്ടിൻപറ്റങ്ങളെ നിർത്തിയിരുന്ന മറ്റിടയന്മാരെ കൂവി വിളിക്കുകയും ചെയ്യുന്നു. പട്ടണത്തിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാനായി സ്ത്രീകളെ കാത്ത് ഈശോയും അവിടെ നിന്നു. ആ ഇടയ ബാലൻ വിളിച്ചു കൂവി, അപ്പാ, സഹോദരന്മാരെ, സ്നേഹിതരെ, ഞങ്ങൾ കർത്താവിനെ കണ്ടെത്തി. വന്ന് അവനെ ആരാധിക്കുക. ആട്ടിടയന്മാർ ആടുകളുമായി വന്ന് ഈശോയ്ക്ക് ചുറ്റും കൂടി.
അവർ അവനോട് മറ്റെങ്ങും പോകരുതേ, തങ്ങളുടെ കൂടെ താമസിക്കണമേ എന്നപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭവനം അധികം ദൂരെയല്ല, അതൊരു വലിയ ആലയമാണ്. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു. വാസനയുള്ള കച്ചിയിട്ടുള്ള മുറികളും പൂമുഖങ്ങളുമുണ്ട്. മുറികൾ അമ്മയ്ക്കും സഹോദരികൾക്കും കൊടുക്കാം. അവർ സ്ത്രീകളല്ലേ. ഒരെണ്ണം നിനക്കായിട്ട് എടുക്കാനുമുണ്ട്. മറ്റുള്ളവർക്ക് ഞങ്ങളുടെ കൂടെ പൂമുഖത്ത് വൈക്കോലിന്മേൽ കിടക്കാം. ഞാനും നിങ്ങളുടെ കൂടെ ആയിരിക്കും. ഒരു രാജാവിൻ്റെ മുറിയിൽ കിടക്കുന്നതിനേക്കാൾ സന്തോഷമായി നമുക്ക് വിശ്രമിക്കാം. എന്നാൽ ആദ്യമേ പോയി യൂദാസിനെയും സൈമണിനെയും വിവരം അറിയിക്കണമല്ലോ. ഗുരുവേ, ഞാൻ പോകാം, പത്രോസ് പറയുന്നു. സെബദിയുടെ പുത്രൻ ജെയിംസും ഒന്നിച്ച് പത്രോസ് പോയി കഴിഞ്ഞു. അപ്പസ്തലന്മാരുടെ വരവും കാത്ത് അവർ റോഡരികിൽ നിന്നു. ആട്ടിടയന്മാർ ഈശോയെ നോക്കുന്നു. ബാലന്മാരായ ഇടയന്മാർ ആഹ്ലാദത്തോടെ ഈശോയെയും മാതാവിനെയും സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും മനസ്സിൽ പതിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. മേരിയുടെ മുട്ടിൽ തലകൊണ്ട് ഉരസുകയും കരയുകയും ചെയ്യുന്ന 2 ആട്ടിൻകുട്ടികളെ അവൾ കുനിഞ്ഞു തലോടുന്നു. എൻ്റെ ബന്ധുവായ എലിസബത്തിൻ്റെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. എന്നെ കാണുമ്പോഴെല്ലാം ഓടി വന്ന് എൻ്റെ പിന്നിയ മുടികളിൽ നക്കും. ഞാൻ അതിനെ കൂട്ടുകാരി എന്ന് വിളിച്ചു. കാരണം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എന്നെ കാണുമ്പോഴെല്ലാം ഓടി എൻ്റെ അടുത്ത് വന്ന് ചേർന്ന് നിൽക്കും. അതിൻ്റെ കണ്ണുകൾക്ക് 2 നിറമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ഈ ആട്ടിൻകുട്ടിയെ കൊല്ലരുത്. മറ്റേതും ജീവിക്കാൻ അനുവദിച്ചു, എന്നോടുള്ള സ്നേഹം നിമിത്തം. ഇതൊരു പെണ്ണാടാണ്. ഇതിൻ്റെ കണ്ണിൻ്റെ നിറഭേദം കണ്ട് ഇതിനെ ഞങ്ങൾ വിൽക്കാനൊരുങ്ങുകയായിരുന്നു. വളരെ കുറച്ച് മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ നിന്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ അതിനെ വളർത്തിക്കൊള്ളാം. ഓ, ചെറിയ ഒരു ആട്ടിൻകുട്ടിയും കൊല്ലപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ നിഷ്കളങ്കരാണ്. അവരുടെ കുഞ്ഞു സ്വരം കൊണ്ട് അവരുടെ അമ്മമാരെ വിളിക്കുകയാണ്. ഇതിൽ ഒന്നിനെ കൊന്നാൽ ഒരു മനുഷ്യ ശിശുവിനെ കൊല്ലുന്നത് പോലെ ഞാൻ വിചാരിക്കും. എല്ലാ ആടുകളെയും ജീവിക്കാൻ അനുവദിച്ചാൽ ഈ ഭൂമിയിൽ സ്ഥലമില്ലാതെ വരുമല്ലോ, വൃദ്ധനായ ഒരിടയൻ പറയുന്നു. എനിക്കറിയാം. എന്നാൽ ഞാൻ അവയുടെ വേദനയെയും അവയുടെ അമ്മമാരുടെ വേദനയെയും കുറിച്ചാണ് ചിന്തിക്കുന്നത്. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവ വളരെയധികം ദുഃഖിക്കും. നമ്മളെപ്പോലെ അവയും യഥാർത്ഥ അമ്മമാരാണ്. ആരും സഹിക്കുന്നത് കാണാൻ എനിക്ക് കഴിവില്ല. ഒരമ്മയെ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം മുറിപ്പെടുന്നു. അത് മറ്റു ദുഃഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു പുത്രൻ്റെ നഷ്ടത്താൽ ഉണ്ടാകുന്ന ആഘാതം തലച്ചോറിനെയും ഹൃദയത്തെയും മാത്രമല്ല മുറിവേൽപ്പിക്കുന്നത്, നമ്മുടെ ഉദരത്തെയും മുറിപ്പെടുത്തുന്നു. നമ്മൾ അമ്മമാർ എപ്പോഴും നമ്മുടെ പുത്രന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ അത് നമ്മെ പൂർണ്ണമായി പിച്ചു ചീന്തുന്നുണ്ട്. മേരി പുഞ്ചിരിക്കുന്നില്ല. കണ്ണീർ അവളുടെ നീല കണ്ണുകളിൽ നിറഞ്ഞു തിളങ്ങുന്നു. അവളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ അവർ നോക്കുന്നുണ്ട്. അവനെ അവളിൽ നിന്ന് പറിച്ചെടുക്കുമെന്ന് ഭയപ്പെടുന്നത് പോലെ. അവളുടെ കൈ നീട്ടി ഈശോയുടെ കരങ്ങളിൽ വച്ചപ്പോൾ ഈശോ അവളെ നോക്കുന്നു. ഈ സമയത്ത് ആയുധധാരികളായ ഏതാനും പേർ പൊടി പിടിച്ച് ആ വഴിയിൽ കൂടെ പാഞ്ഞെത്തി. 6 പേരാണുള്ളത്. അവരുടെ കൂടെ ഉച്ചത്തിൽ ആക്രോശിക്കുന്ന ഏതാനും ആളുകളും. ആട്ടിടയന്മാർ പരസ്പരം നോക്കി മന്ത്രിക്കുകയും മേരിയെയും ഈശോയെയും നോക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രായമുള്ളയാൾ പറയുന്നു, ഈ സന്ധ്യയ്ക്ക് നീ ബെത്ലഹേമിൽ പോകാതിരുന്നത് നന്നായി. എന്തുകൊണ്ടാണ്? കാരണം പട്ടണത്തിലേക്ക് പോകുന്ന അവർ ഒരു മകനെ അവൻ്റെ അമ്മയിൽ നിന്ന് പിച്ചു ചീന്തി എടുക്കുവാൻ പോവുകയാണ്. ഓ, അതെന്തിനാണ്? അവനെ കൊല്ലുന്നതിന്. ഓ ഇല്ല, അവൻ എന്തു ചെയ്തു? ഈശോയും അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. എല്ലാം കേൾക്കാൻ അപ്പസ്തലന്മാരും അടുത്തു. ധനികനായ ജോയേൽ മലമ്പാതയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അത് കൊലപാതകമാണ്. അയാൾ സിക്കമിനോണിൽ നിന്ന് ധാരാളം പണവുമായി വരികയായിരുന്നു. എന്നാൽ കൊള്ളക്കാരനല്ല അവനെ കൊന്നത്. കാരണം പണം നഷ്ടപ്പെട്ടിട്ടില്ല. അയാളെ അനുഗമിച്ചിരുന്ന പരിചാരകൻ പറഞ്ഞു. അവരുടെ തിരിച്ചുവരവിൻ്റെ വിവരം മുൻകൂട്ടി അറിയിക്കാൻ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ യജമാനൻ ആവശ്യപ്പെട്ടു.
അതനുസരിച്ച് അവൻ വീട്ടിലേക്ക് നടന്നു. വഴിക്ക് വച്ച് ഒരു ചെറുപ്പക്കാരൻ എതിരെ നടന്ന് യജമാനൻ കൊല്ലപ്പെട്ട് കിടന്ന ആ സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടു. പട്ടണത്തിലുള്ള 2 പേർ ആണയിട്ട് പറയുന്നു ആ ചെറുപ്പക്കാരൻ ജോയലിനെ ആക്രമിക്കുന്നത് കണ്ടെന്ന്. ജോയലിന്റെ ബന്ധുക്കൾ ആ ചെറുപ്പക്കാരനെ കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്നു. അവൻ കൊലയാളിയാണെങ്കിൽ. നീ വിചാരിക്കുന്നില്ലേ അവൻ കൊല്ലപ്പെട്ടതാണെന്ന്? ഇല്ല, അത് സാധ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ ചെറുപ്പക്കാരന് ഒരു ബാലനേക്കാൾ അല്പം കൂടെ പ്രായക്കൂടുതലേയുള്ളൂ. അവൻ നല്ലവനാണ്. ഏക മകനായതുകൊണ്ട് എപ്പോഴും അവൻ്റെ അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അവൾ ഭക്തിയായ ഒരു വിധവയാണ്. സാമ്പത്തികമായി നല്ല സ്ഥിതിയുമുണ്ട്. അവൻ വഴക്കാളിയോ വിഡ്ഢിയോ അല്ല. സ്ത്രീകളെ ശല്യപ്പെടുത്താറില്ല. അതിനാൽ എന്തിനാണ് അവനെ വെറുതെ കൊല്ലുന്നത്? ചിലപ്പോൾ അവന് ശത്രുക്കൾ ഉണ്ടായിരിക്കാം. ആർക്കാണ് ശത്രുക്കൾ? മരിച്ച ജോയലിനോ കുറ്റം ആരോപിക്കപ്പെട്ട ആബേലിനോ? രണ്ടാമത് പറഞ്ഞയാൾക്ക്. എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ലേ, എനിക്ക് അറിഞ്ഞുകൂടാ. തുറന്നു പറയൂ മനുഷ്യ. കർത്താവേ, അതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അയൽക്കാരെക്കുറിച്ച് തെറ്റായി ചിന്തിക്കരുതെന്ന് ഐസക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിഷ്കളങ്കനായ ഒരാളെ രക്ഷിക്കാൻ സംസാരിക്കുന്നതിന് വേണ്ട ധൈര്യം നമുക്കുണ്ടാകണം. ഞാൻ സംസാരിക്കുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എനിക്കിവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരും. കാരണം ആസറും ജേക്കബും അത്ര ശക്തിയുള്ളവരാണ്. ഭയം കൂടാതെ പറയൂ, നിനക്ക് ഓടി രക്ഷപ്പെടേണ്ടി വരികയില്ല. കർത്താവെ, ആബേലിൻ്റെ അമ്മ ചെറുപ്പമാണ്, സുന്ദരിയും വിവേകമുള്ളവളും. ആസറോ ജേക്കബോ വിവേകമുള്ളവരല്ല. ആദ്യത്തെയാൾ ആ വിധവയെ മോഹിക്കുന്നു. രണ്ടാമത്തവൻ ഈ പട്ടണത്തിലുള്ള എല്ലാവർക്കും അറിയാം ജോയലിൻ്റെ കിടക്കയിലാണ് ഉറങ്ങുന്നതെന്ന്. ഞാൻ വിചാരിക്കുന്നു കാര്യം മനസ്സിലായി. നമുക്ക് പോകാം. സ്നേഹിതരെ, സ്ത്രീകൾ ആട്ടിടയന്മാരോട് കൂടെ ഇവിടെ നിൽക്കൂ. ഞാൻ ഉടനെ വരാം. ഇല്ല മകനെ, ഞാൻ നിന്റെ കൂടെ വരുന്നു. പട്ടണത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ഈശോ നടന്നു കഴിഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ ആട്ടിടയന്മാർ നിൽക്കുന്നു. എന്നാൽ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന ഇടയ ബാലന്മാരെ ആടുകളെ ഏൽപ്പിച്ചിട്ട് അവർ പോകുകയാണ്. പരിശുദ്ധ അമ്മയും അൽഫയൂസിന്റെ ഭാര്യ മേരിയും ഈശോയെ അനുഗമിച്ച് നടന്ന് അപ്പസ്തോലന്മാരോടൊപ്പം എത്തുന്നു. ബെത്ലഹേമിലെ പ്രധാന തെരുവിനെ മുറിച്ചു കടക്കുന്ന 3-ാമത്തെ കവലയിൽ വച്ച് അവർ കറിയോത്തുകാരനെയും സൈമൺ, പത്രോസ്, ജെയിംസ് എന്നിവരെയും കാണുന്നു. അവർ ഉച്ചത്തിൽ സംസാരിക്കുകയും ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഗുരുവേ, എത്ര കഠിനമായ പ്രവൃത്തി, എത്ര വേദനാജനകം. വളരെ അസ്വസ്ഥനായിരിക്കുന്ന പത്രോസ് പറയുന്നു. ഒരു മകനെ അവൻ്റെ അമ്മയുടെ പക്കൽ നിന്ന് പറിച്ചെടുത്ത് കൊല്ലാൻ കൊണ്ടുപോകുന്നു. ഒരു കഴുതപ്പുലിയെ പോലെ അവൾ അവനെ രക്ഷിക്കാൻ നോക്കുന്നു. എന്നാൽ ആയുധധാരികളായ പുരുഷന്മാർക്കെതിരെ പാവം സ്ത്രീ തീഷ്ണൻ കൂട്ടിച്ചേർത്തു. അവളുടെ ശരീരത്തിന്റെ പല ഭാഗത്തും രക്തം ഒഴുകുന്നുണ്ട്. കറിയോത്തുകാരൻ പറഞ്ഞു. അവൾ കതകടച്ച് തടസ്സം വച്ചതിനാൽ അവർ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തു കയറി. സെബദി പുത്രൻ ജെയിംസ് പറയുന്നു, ഞാൻ അവരുടെ പക്കലേക്ക് പോകുകയാണ്. ഓ നല്ലത്, നിനക്ക് മാത്രമേ അവളെ സമാധാനപ്പെടുത്താൻ കഴിയൂ. അവർ ധൃതിയിൽ നടന്ന് ആദ്യം വലത്തേക്കും പിന്നീട് ഇടത്തേക്കും തിരിഞ്ഞ് പട്ടണത്തിന്റെ മധ്യഭാഗത്തേക്ക് ചെന്നു. ആവേശം പൂണ്ട് ആക്രോശിച്ചുകൊണ്ട് ജനക്കൂട്ടം ആബേലിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നത് കാണാറായി. ചങ്കു തുളച്ചു കയറുന്ന മനുഷ്യത്വമില്ലാത്ത വന്യ സ്വഭാവമുള്ള, അതേസമയം അതിദയനീയമായി കരയുന്ന സ്ത്രീസ്വരം കേൾക്കാം. ഈശോ വേഗം നടന്ന് ഒരു ചെറു മൈതാനത്തിലെത്തി. അത് റോഡിന്റെ വിസ്താരമേറിയ ഒരു വളവാണെന്ന് പറയാം. നിലവിളി വ്യക്തമായി കേൾക്കാം. ആ സ്ത്രീ കാവൽക്കാരനുമായി അവളുടെ മകനു വേണ്ടി മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ ഒരു കൈ അവളുടെ മകന്റെ ബെൽറ്റിലും പിടിച്ചിരിക്കുന്നു. അവളുടെ പിടി വിടുവിക്കാൻ ശ്രമിക്കുന്നവരെ അവൾ മൃഗീയമായി കടിക്കുന്നുണ്ട്. ആയുധധാരികൾ അവളെ അടിക്കുകയും മുടിയിൽ പിടിച്ച് ക്രൂരമായി വലിച്ച് തല തിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കടിക്കാൻ സാധിക്കാത്തപ്പോൾ അവൾ അലറുന്നു. അവനെ വിടുക, അവൻ നിഷ്കളങ്കനാണ്. കൊലപാതകികൾ ജോയൽ കൊല്ലപ്പെട്ട രാത്രിയിൽ അവൻ എൻ്റെ കൂടെ കിടക്കയിലുണ്ടായിരുന്നു.
കൊലയാളികൾ, ദുരാരോപണക്കാർ, കള്ളസത്യം ചെയ്യുന്നവർ. ആയുധധാരികൾ യുവാവിന്റെ കയ്യിലും തോളിലും പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. അവൻ ഭയം കൊണ്ട് നാലുപാടും തിരിഞ്ഞു നോക്കി അലറുന്നു. അമ്മേ, അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മരിക്കുന്നത്? നല്ല പൊക്കമുള്ള ഒതുങ്ങിയ ശരീരമുള്ള സുമുഖനായ യുവാവ്. കണ്ണുകൾ ശാന്തതയുള്ളത്, കറുത്തത്, മുടി കറുത്തതും വളഞ്ഞൊടിഞ്ഞു കിടക്കുന്നതും. കീറിയ വസ്ത്രത്തിനിടയിലൂടെ നല്ല മേനിയുള്ള ശരീരം കാണാം. ഈശോ തൻ്റെ കൂടെ ചെന്നവരുടെ സഹായത്താൽ പാറ പോലെ കട്ടിയിൽ തിങ്ങി നിന്ന ജനക്കൂട്ടത്തെ തള്ളിമാറ്റി വഴിയുണ്ടാക്കി. ആയുധധാരികൾ അവശയായ ആ സ്ത്രീയെ കതകിൽ നിന്ന് പറിച്ചു മാറ്റി മകനോട് ബന്ധിച്ചിരിക്കുന്ന ഒരു ചാക്ക് വലിക്കുന്നത് പോലെ കല്ല് നിറഞ്ഞ വഴിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുവരികയായിരുന്നു. നിമിഷത്തിനുള്ളിൽ ഈശോ രംഗത്തെത്തി. ശക്തിയായ ഒരു തള്ളൽ ആ സ്ത്രീയുടെ കൈ മകന്റെ ബെൽറ്റിൽ നിന്ന് വിടുവിച്ചു കളഞ്ഞു. അവൾ മുഖം കുത്തി റോഡിൽ വീഴുകയും ചെയ്തു. ജനക്കൂട്ടത്തിനിടയിലൂടെ മകനെ വലിച്ചിഴിച്ചുകൊണ്ട് പോയപ്പോൾ അവൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കൈകൾ നീട്ടുകയാണ്. അവൻ്റെ ഇടത് കൈ സ്വതന്ത്രമായപ്പോൾ വട്ടം തിരിഞ്ഞ് ആ കൈ വീശിക്കൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞാൻ പോകുന്നു, ദൈവം നിന്നോടുകൂടെ. ഞാൻ നിഷ്കളങ്കനാണെന്ന് അമ്മയെങ്കിലും ഓർമ്മിക്കുക. ആ സ്ത്രീ അവനെ തുറിച്ചു നോക്കുന്നുണ്ട്. ഉടനെ തലകറങ്ങി വീണു. ഈശോ ആ ജനസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് പറയുന്നു, ഒരു നിമിഷം നിൽക്കൂ, ഞാൻ ആജ്ഞാപിക്കുന്നു. ഒരു തടസ്സവും ഉയരാത്ത വിധത്തിലാണ് അവന്റെ മുഖഭാവം. നീ ആരാണ്? ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ നിന്നെ അറിയുകയില്ല, മാറി നിൽക്കൂ. രാത്രിയാകുന്നതിന് മുമ്പ് ഞങ്ങൾ അവനെ കൊല്ലട്ടെ. ഞാനൊരു റബ്ബിയാണ്, ഏറ്റവും വലിയ റബ്ബി. യഹോവയുടെ നാമത്തിൽ നിർത്തൂ, അല്ലെങ്കിൽ ഇടിമിന്നൽ കൊണ്ട് നിങ്ങളെ പ്രഹരിക്കും. അതേസമയം ഇടിമിന്നൽ പോലെ അവൻ ചോദിച്ചു, ഈ മനുഷ്യന് എതിരായ സാക്ഷികൾ ആരാണ്? ഞാൻ, അവനും അവനും. നേരത്തെ സംസാരിച്ചയാൾ മറുപടി പറയുന്നു, നിന്റെ തെളിവ് തെറ്റായതിനാൽ അതിന് നിയമസാധുതയില്ല. നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? സത്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിന്റെ സത്യപ്രതിജ്ഞ പാപമാണ്. ഞങ്ങൾ പാപം ചെയ്യുന്നെന്നോ എന്നാണോ നീ പറയുന്നത്? നിങ്ങൾ പാപം ചെയ്യുന്നു. നിങ്ങളുടെ കാമാസക്തിയും വിദ്വേഷവും നിമിത്തം നിങ്ങൾ കൊലപാതകികളായിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ കള്ളസത്യം ചെയ്യുന്നവരായതുകൊണ്ട്, അഴിമതിക്കായി നിങ്ങൾ സ്വയം വിറ്റു. ഏത് തിന്മയും ചെയ്യാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. നീ എന്താണ് സംസാരിക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളൂ. ഞാൻ ആസറാണ്. ഞാൻ ഈശോയാണ്. നീ ഇവിടെയുള്ളവനല്ല. നീ ഒരു പുരോഹിതനോ ന്യായാധിപനോ അല്ല. നീ ഒരു വിദേശി. നീ ഒന്നുമല്ല. അതെ, ഞാൻ ഒരു വിദേശി. കാരണം ഭൂമിയല്ല എൻ്റെ രാജ്യം. എന്നാൽ ഞാൻ ന്യായാധിപനും പുരോഹിതനുമാണ്. ഇസ്രായേലിൻ്റെ ഈ പ്രദേശത്ത് മാത്രമല്ല, ഇസ്രായേൽ മുഴുവനും, ലോകം മുഴുവനും. നമുക്ക് പോകാം, നമുക്ക് പോകാം. നമ്മൾ ഒരു ഭ്രാന്തനോടാണ് ഇടപെടുന്നത്. മറ്റേ സാക്ഷി പറയുന്നു, ഈശോയെ ഒരു വശത്തേക്ക് മാറ്റുന്നതിന് അവൻ ശക്തിയായി തള്ളുന്നു. നീ ഒരടി മുന്നോട്ട് വയ്ക്കരുത്. ഇടിമുഴക്കം പോലെ ഈശോ പറയുന്നു. അവൻ്റെ രാജകീയ മുഖഭാവം കൊണ്ട് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആളുകളെ കീഴടക്കുകയും സ്തംഭിപ്പിക്കുകയും ചെയ്യാൻ കഴിയും. ആഗ്രഹിക്കുമ്പോൾ ജീവനും സന്തോഷവും പകരാനും ആ മുഖഭാവത്തിന് കഴിയും. നീ ഇനി ഒരടി മുന്നോട്ട് വയ്ക്കരുത്. ഞാൻ പറയുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? നോക്കൂ, ഇവിടെ ദേവാലയത്തിലെ പൊടിയോ വെള്ളമോ ഇല്ല. വെള്ളം കയ്പാകത്തക്ക വിധം മഷി കൊണ്ട് എഴുതിയ നിയമവുമില്ല. ഇത് അസൂയയ്ക്കും വ്യഭിചാരത്തിനും എതിരായ വിധിയാണ്. എന്നാൽ ഞാൻ ഇവിടെയുണ്ട്. ഞാൻ വിധി പറയും. ഈശോയുടെ സ്വരം കുത്തി തുളയ്ക്കുന്നത് പോലുണ്ട്. അതേസമയം കാഹളം മുഴക്കും പോലെയും. എല്ലാം കാണുന്നതിന് ജനം അടുത്തു കൂടുന്നു. പരിശുദ്ധ അമ്മയും അൽഫയൂസിന്റെ ഭാര്യ മേരിയും മാത്രം തലകറങ്ങി വീണ സ്ത്രീയുടെ അടുക്കൽ നിൽക്കുന്നു. ഇതാണ് എൻ്റെ വിധി. വഴിയിൽ നിന്ന് ഒരു നുള്ളു പൊടി എനിക്ക് തരിക, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും. അത് കൊണ്ടുവരുമ്പോൾ കുറ്റം ആരോപിക്കുന്നവരും ആരോപിക്കപ്പെട്ടവനും
എന്നോട് മറുപടി പറയട്ടെ. മകനെ, നീ നിർദോഷിയാണോ? നിന്റെ രക്ഷകനോട് അത് തുറന്നു പറയുക. അതെ കർത്താവേ. ആസർ, നീ സത്യമാണ് പറഞ്ഞതെന്ന് നിനക്ക് ആണയിട്ട് പറയാമോ? ഞാൻ ആണയിട്ട് പറയുന്നു. കള്ളം പറയേണ്ട ആവശ്യം എനിക്കില്ല. ബലിപീഠം സാക്ഷിയായി ഞാൻ ആണയിട്ട് പറയുന്നു. ഞാൻ സത്യമല്ല പറയുന്നതെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി എന്നെ ദഹിപ്പിക്കട്ടെ. ജേക്കബ്, നിന്റെ ആരോപണത്തിൽ ആത്മാർത്ഥതയുണ്ടെന്നും കള്ളം പറയുന്നതിന് പ്രേരിപ്പിക്കത്തക്ക വിധത്തിൽ രഹസ്യമായ ഉദ്ദേശ്യം ഇല്ലെന്നും ആണയിട്ട് പറയാമോ? യഹോവ സാക്ഷിയായി ഞാൻ ആണയിട്ട് പറയുന്നു. കൊല്ലപ്പെട്ട എൻ്റെ കൂട്ടുകാരനോടുള്ള സ്നേഹമാണ് സംസാരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അവനോട് എനിക്ക് വ്യക്തിപരമായ ഒരു വിദ്വേഷവുമില്ല. സേവക, നീ സത്യമാണ് പറഞ്ഞതെന്ന് നിനക്ക് ആണയിടാമോ? ആവശ്യമെങ്കിൽ 1000 പ്രാവശ്യം ആണയിടാം. ഗുരു, പാവം എൻ്റെ യജമാനൻ. മേൽമുണ്ടുകൊണ്ട് അവൻ തല മറയ്ക്കുന്നു. കൊള്ളാം, ഇതാ വെള്ളവും പൊടിയും. ഇനിയും ഇതാണ് വിധി. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിൽ ഇരിക്കുന്നവനെ, എന്നിൽ കൂടി സത്യത്തെ വിധിക്കുക. നിഷ്കളങ്കനായ ഈ യുവാവിനും വേദനിക്കുന്ന അവൻ്റെ അമ്മയ്ക്കും ജീവനും ബഹുമതിയും ഉണ്ടാകട്ടെ. നിഷ്കളങ്കരല്ലാത്തവർക്ക് തക്കതായ ശിക്ഷയും. നിന്റെ ദൃഷ്ടിയിൽ എനിക്കുള്ള കൃപാവരത്താൽ അഗ്നിയോ മരണമോ കൂടാതെ ഒരു ദീർഘകാല പരിഹാരം പാപം ചെയ്തവർക്ക് സംഭവിക്കട്ടെ. ദിവ്യബലിയിൽ പുരോഹിതൻ ബലിപീഠത്തിൽ കൈനീട്ടിപ്പിടിക്കുന്നത് പോലെ കൈനീട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ഈ വാക്കുകൾ ഉച്ചരിച്ചു. പിന്നീട് അവൻ്റെ വലതുകൈ ജലത്തിൽ മുക്കി ആശ്ചര്യഭരിതരായി നിൽക്കുന്നവരുടെ മേൽ തളിച്ചു. ഓരോരുത്തരെയും ഓരോ തുള്ളി വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു. ആദ്യം ചെറുപ്പക്കാരൻ, പിന്നെ മറ്റുള്ളവർ. അനന്തരം അവൻ കൈ നെഞ്ചോട് ചേർത്ത് മടക്കി പിടിച്ചുകൊണ്ട് അവരെ നോക്കുന്നു. ജനക്കൂട്ടവും ശ്രദ്ധിച്ചു നോക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അവർ കരഞ്ഞുകൊണ്ട് കമിഴ്ന്ന് നിലത്തു വീണു. നിരനിരയായി നിന്നിരുന്ന 4 പേരും പരസ്പരം നോക്കി വിളിച്ചു പറയുന്നു. ചെറുപ്പക്കാരൻ ആനന്ദത്താലും മറ്റുള്ളവർ ഭയത്താലും. കാരണം അവരുടെ മുഖം കുഷ്ഠം ബാധിച്ചു. ചെറുപ്പക്കാരന് ഒരു കുഴപ്പവുമില്ല. പട്ടാളക്കാരുൾപ്പെടെ ജനമെല്ലാം ഒരു വശത്തേക്ക് മാറി നിൽക്കുന്നു. ഈശോയും അവരുടെ കൂടെ മാറി നിന്ന യുവാവിനെ പിടിച്ചു മാറ്റുന്നു, അവന് കുഷ്ഠം നിമിത്തം അശുദ്ധി ബാധിക്കാതിരിക്കേണ്ടതിന്. ഈ സമയം ഭൃത്യൻ ഈശോയുടെ പാദത്തിൽ വീണ് ഉറക്കെ പറയുന്നു, ഇത് വേണ്ട, ഇത് വേണ്ട, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ഒരു കുഷ്ഠരോഗിയായി. എൻ്റെ യജമാനനെ സന്ധ്യയാകുന്നതുവരെ മലമ്പാതയിൽ താമസിപ്പിക്കാൻ അവർ എനിക്ക് പണം തന്നു. അവൻ്റെ കുതിരയുടെ ലാടം മനഃപൂർവ്വം ഞാൻ മാറ്റി വിജന സ്ഥലത്ത് വെച്ച് അവർക്ക് അവനെ കൊല്ലാൻ സൗകര്യമുണ്ടാക്കി കൊടുത്തു. ഞാൻ മുമ്പേ പോകുന്നു എന്ന് കള്ളം പറയാൻ അവൻ എനിക്ക് പറഞ്ഞു തന്നു. വാസ്തവത്തിൽ ഞാനും കൊല്ലാൻ കൂടി. അവർ ഇത് ചെയ്തത് എന്തിനാണെന്ന് ഞാൻ പറയാം. ജേക്കബിന് തൻ്റെ യുവതിയായ ഭാര്യയുമായി സ്നേഹമാണെന്നും ജോയൽ മനസ്സിലാക്കി. ഈ ചെറുപ്പക്കാരൻ്റെ അമ്മയെ അവർ ആഗ്രഹിച്ചു, എന്നാൽ അവൾ അത് നിരസിച്ചു. അതിനാൽ ജോയലിനെയും ആബേലിനെയും ഒരേ സമയം കൊന്നുകളയുവാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ 2 സ്ത്രീകളെയും സ്വന്തമാക്കി സുഖിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞു. കുഷ്ഠത്തിൽ നിന്ന് എന്നെ ശുദ്ധനാക്കണമേ. ആബേൽ, നീ നല്ലവനാണ്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആബേൽ, നീ നിന്റെ അമ്മയുടെ പക്കലേക്ക് പോകൂ. അവൾക്ക് ബോധം വരുമ്പോൾ നിന്റെ മുഖം കാണുവാനിടയാകട്ടെ. അങ്ങനെ ജീവിതത്തിലേക്ക് സന്തോഷപൂർവ്വം തിരിച്ചു വരട്ടെ. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളോടും ചെയ്യപ്പെടട്ടെ. അത് മാനുഷിക നീതിയായിരിക്കും. എന്നാൽ സാധാരണ മനുഷ്യന് അതീതമായ ഒരു പരിഹാരമാണ് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഭയപ്പെടുന്ന കുഷ്ഠം നിങ്ങളെ ബാധിച്ചതുകൊണ്ടാണ് ജനം നിങ്ങളെ ഉടൻ പിടിച്ചു കൊല്ലാത്തത്. ബെത്ലഹേമിലെ ജനങ്ങളെ വഴിമാറിക്കൊടുക്കൂ. ആ മനുഷ്യർ അവരുടെ ദീർഘമായ കാരാഗൃഹവാസത്തിലേക്ക് പോകട്ടെ. ഈ ശിക്ഷ മരണത്തേക്കാൾ ഭയാനകം. ദൈവത്തിൻ്റെ കാരുണ്യം പാപത്തിന് പരിഹാരം ചെയ്യുവാനുള്ള സാധ്യത അവർക്ക് നൽകിയിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ചെയ്യട്ടെ, പോയിക്കൊള്ളൂ.
ജനങ്ങൾ ഇരുവശങ്ങളിലേക്കും കയറി വീടുകളുടെ അരികിലായി നിന്നു. വഴി തുറസായി. ആ 3 പേരും ഒരാൾക്ക് മറ്റേയാൾ എന്ന വിധത്തിൽ പർവ്വത പ്രദേശം ലക്ഷ്യമാക്കി നടന്നു പോകുന്നു. അനേകം വർഷങ്ങളായി കുഷ്ഠം പിടിപെട്ടവരെ പോലെ, ആകെ വ്രണബാധിതർ, ആകെ നിശബ്ദത. നേരം മങ്ങിത്തുടങ്ങി. ഈ 3 പേരുടെയും തേങ്ങൽ മാത്രം കേൾക്കാം. വഴിയിൽ തീയിട്ട ശേഷം ധാരാളം വെള്ളമൊഴിച്ച് ശുദ്ധമാക്കുക. നിങ്ങൾ പടയാളികൾ പോയി വിവരമറിയിക്കൂ. ഏറ്റവും പരിപൂർണമായ മോശയുടെ നിയമപ്രകാരം നീതി നടത്തപ്പെട്ടു എന്ന്. യുവാവിൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം അമ്മയുടെയും അൽഫയൂസിൻ്റെ ഭാര്യ മേരിയുടെയും പക്കലേക്ക് ഈശോ പോകുവാൻ തുടങ്ങുന്നു. ആബേൽ അവൻ്റെ അമ്മയുടെ തണുത്ത കൈകൾ തടവുകയും ചുംബിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേടിച്ചരണ്ട ബെത്ലഹേം നിവാസികൾ വളരെ ആദരവോടെ ഈശോയോട് അഭ്യർത്ഥിക്കുന്നു. കർത്താവേ, നീ യഥാർത്ഥത്തിൽ ശക്തനാണ്, ഞങ്ങളോട് പ്രസംഗിക്കണമേ. മിശിഹായെക്കുറിച്ച് ഞങ്ങളെ അറിയിച്ച ആ മനുഷ്യൻ പറഞ്ഞത് നിന്നെക്കുറിച്ചാണ് തീർച്ച. ഇന്ന് രാത്രിയിൽ ഇടയന്മാരുടെ ആലയ്ക്ക് സമീപേ നിങ്ങളോട് ഞാൻ സംസാരിക്കാം. ഇപ്പോൾ ഞാൻ ആബേലിൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ പോവുകയാണ്. ആ സ്ത്രീ അൽഫയൂസിൻ്റെ ഭാര്യ മേരിയുടെ മടിയിൽ ചാരിക്കിടക്കുന്നു. ബോധം ശരിക്ക് തെളിഞ്ഞിട്ടില്ല. അവൾ കണ്ണു തുറക്കുമ്പോൾ പുഞ്ചിരി തൂകുന്ന പരിശുദ്ധ അമ്മയുടെ മുഖമാണ് ആദ്യം കാണുന്നത്. പിന്നീട് വിറയ്ക്കുന്ന അവളുടെ കൈകൾ ചുംബിക്കാൻ കുനിയുന്ന മകൻ്റെ കറുത്ത മുടിയാണ് കാണുന്നത്. അവൾ ചോദിക്കുന്നു, ഞാനും മരിച്ചോ? ഇത് പാതാളമാണോ? ഇത് പാതാളമല്ല, ഇത് ഭൂമിയാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിന്റെ മകനാണിവൻ. അത് എൻ്റെ മകൻ, രക്ഷകനായ ഈശോ. ആ സ്ത്രീയുടെ ആദ്യത്തെ പ്രതികരണം വളരെ സ്വാഭാവികമായിരുന്നു. ശക്തി മുഴുവൻ സംഭരിച്ച് മുന്നോട്ട് ആഞ്ഞ് മകൻ സുരക്ഷിതനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ഭ്രാന്തിയെപ്പോലെ തെരുതെരെ അവനെ ചുംബിക്കുകയും കരയുകയും ചിരിക്കുകയും സകല ഓമന പേരുകളും അവനെ വിളിക്കുകയും ചെയ്യുന്നു. അതെ അമ്മേ, അതെ. എന്നാൽ ഇപ്പോൾ എന്നെ അല്ല, അവനെ നോക്കൂ. എന്നെ രക്ഷിച്ച അവനെ നോക്കൂ. ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആ സ്ത്രീ എഴുന്നേൽക്കുന്നതിനോ മുട്ടുകുത്തുന്നതിനോ കഴിയാത്ത വിധം അവശതയിലായതിനാൽ വിറച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ കൈകൾ നീട്ടി ഈശോയുടെ കൈകൾ പിടിച്ച് ചുംബിക്കുകയും കണ്ണീരുകൊണ്ട് നനയ്ക്കുകയും ചെയ്യുന്നു. ഈശോ ഇടതുകൈ അവളുടെ തലയിൽ വച്ചുകൊണ്ട് പറയുന്നു, സന്തോഷമായിരിക്കൂ, സമാധാനമായി എപ്പോഴും നല്ലവളായി ജീവിക്കുക. ആബേലെ, നീയും. ഇല്ല എൻ്റെ കർത്താവേ, എൻ്റെയും എൻ്റെ മകൻ്റെയും ജീവൻ നിൻ്റേതാണ്. കാരണം നീയാണ് അവ രക്ഷിച്ചത്. നിന്റെ ശിഷ്യർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ കൂടെ ചേരാൻ അവൻ ആഗ്രഹിച്ചിരുന്നതാണ്. അതിനാൽ നിന്റെ ശിഷ്യരുടെ കൂടെ അവൻ പോരട്ടെ. സന്തോഷത്തോടെ നിനക്ക് അവനെ ഞാൻ തരുന്നു. അവനെ അനുഗമിക്കുവാൻ എന്നെയും അനുവദിക്കണമേ. അവനെയും ദൈവത്തിൻ്റെ ദാസരെയും ഞാൻ അനുഗമിക്കുവാൻ ഇടയാകട്ടെ. അപ്പോൾ നിന്റെ വീട് എന്തു ചെയ്യും? ഓ കർത്താവേ, മരിച്ചുയർത്തു കഴിഞ്ഞ ഒരാൾക്ക് മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അതേ സ്നേഹം ഉണ്ടാകുവാൻ കഴിയുമോ? മാർത്ത മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും നിന്നിൽ കൂടിയാണ് തിരിച്ചു വന്നത്. ഇവിടെ ജീവിക്കുകയാണെങ്കിൽ എന്നെ പീഡിപ്പിച്ചവരുടെ അടുത്ത് വിദ്വേഷത്തോടെ ആയിരിക്കും ഞാൻ പോകുന്നത്. നീ സ്നേഹം പ്രസംഗിക്കുന്നു, അതെനിക്കറിയാം. അതുകൊണ്ട് പാവം മാർത്ത സ്നേഹത്തിനർഹമായവ സ്നേഹിക്കട്ടെ. അവൻ അവൻ്റെ ദൗത്യത്തെയും അവൻ്റെ ദാസരെയും സ്നേഹിക്കട്ടെ. ഇപ്പോൾ നിന്നെ അനുഗമിക്കുവാൻ മാത്രം എനിക്ക് സുഖമില്ല. എന്നാൽ ഞാൻ സുഖം പ്രാപിച്ചു കഴിയുമ്പോൾ നിന്നെ അനുഗമിക്കുവാൻ എന്നെ അനുവദിക്കുക. ഞാൻ നിന്റെയും എൻ്റെ ആബേലിൻ്റെയും കൂടെ ആയിരിക്കട്ടെ. നീ നിന്റെ മകനെയും എന്നെയും അനുഗമിക്കും. ഇപ്പോൾ സന്തോഷവും സമാധാനവുമായിരിക്കുക. എൻ്റെ സമാധാനം നിന്നോടുകൂടെ. ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആ സ്ത്രീ അവളുടെ മകൻ്റെയും കാരുണ്യമുള്ള മറ്റാളുകളുടെയും സഹായത്താൽ വീട്ടിലേക്ക് കയറുന്നു. ഈശോ, ആട്ടിടയന്മാർ, അപ്പസ്തോലന്മാർ, അമ്മ, അൽഫയൂസിൻ്റെ ഭാര്യ മേരി എന്നിവരോടുകൂടെ റോഡിൻ്റെ അവസാന ഭാഗത്ത് വയലിലെ ആലയിലേക്ക് പോകുന്നു.
രാത്രി ആയതിനാൽ വെളിച്ചം കിട്ടുന്നതിന് ആഴി കൂട്ടിയിരിക്കുന്നു. അതിനു ചുറ്റുമായി ധാരാളം ആളുകൾ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വന്നുകൂടിയിട്ടുണ്ട്. അന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ്. ആബേലും വന്നിട്ടുണ്ട്. അനേകം പേർ അവനെ അനുമോദിക്കുകയും അവന്റെ നിരപരാധിത്വം അവർക്കറിയാമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അവരോട് മറുപടി പറയാതിരിക്കുവാൻ യുവാവിന് കഴിയുന്നില്ല. എന്നാൽ നിങ്ങളും എന്നെ കൊല്ലാൻ ഒരുങ്ങിയല്ലോ. ജോയൽ കൊല്ലപ്പെട്ട അതേ സമയം എൻ്റെ വീട്ടുപടിക്കൽ വച്ച് എന്നെ സ്വാഗതം ചെയ്തവർ പോലും എന്നെ വധിക്കുന്നതിന് തയ്യാറായല്ലോ. എന്നാൽ ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നു. ഈശോ ആലയിൽ നിന്ന് ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അപ്പൊസ്തലന്മാർ ഈശോയുടെ ചുറ്റും, ആട്ടിടയന്മാരും സ്ത്രീകളും പിന്നാലെയും. ശുഭ്രവസ്ത്രധാരിയായ ഈശോയ്ക്ക് എല്ലാവരേക്കാൾ ഉയരം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ഈ സ്ഥലത്തേക്കുള്ള എൻ്റെ ആഗമനം നിങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് ഉപകരിച്ചെങ്കിൽ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എൻ്റെ ഈ വരവുകൊണ്ട് നിരപരാധിത്വം പ്രകാശിക്കാനിടയായെങ്കിൽ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തക്ക സമയത്തുള്ള എൻ്റെ ആഗമനം കൊണ്ട് ഒരു കുറ്റകൃത്യം തടയപ്പെടുകയും 3 കുറ്റവാളികൾക്ക് സ്വയം രക്ഷയിലേക്ക് വരുന്നതിനുള്ള സാധ്യത നൽകപ്പെടുകയും ചെയ്തെങ്കിൽ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇന്ന് സംഭവിച്ച അനേകം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഉറങ്ങാൻ പോകുക. രാത്രിയുടെ ഇരുട്ട് 2 ഹൃദയങ്ങളുടെ സന്തോഷത്തെയും 3 ഹൃദയങ്ങളുടെ ദുഃഖത്തെയും ആവരണം ചെയ്യും. നിർമ്മലമായ ഒരു മൂടപടം എന്ന പോലെ ആദ്യം പറഞ്ഞവരുടെ സന്തോഷാശ്രുക്കളും രണ്ടാമത് പറഞ്ഞവരുടെ കൈപ്പേറിയ കണ്ണീരും മറയ്ക്കപ്പെടും. എന്നാൽ ദൈവം അത് കാണുന്നു. ഇന്നത്തെ സംഭവങ്ങളിൽ നിന്നെല്ലാം ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയാകുന്നുണ്ട്. അതായത് ദൈവം തന്ന നിയമങ്ങളിൽ ഒന്നുപോലും പ്രയോജനരഹിതമല്ല എന്ന്. ദൈവം തന്ന പ്രമാണങ്ങളിൽ പേരിന് മാത്രം കർശനമായി ഇസ്രായേൽ പാലിക്കുന്നു. നിയമത്തിന്റെ അക്ഷരങ്ങൾ ഒന്നും ഇടാതെ നിർബന്ധമായി അനുസരിക്കപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നിയമങ്ങൾ അനുസരിക്കുന്നതേയില്ല. നിയമം വിശകലനം ചെയ്ത് കീറിമുറിച്ച് ചീന്തി വക്രബുദ്ധി കൊണ്ട് വളച്ചൊടിച്ച് കീഴ്മേൽ തകിടം മറിച്ച് ദണ്ഡിപ്പിച്ച് ഇല്ലായ്മയുടെ വക്കുവരെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അഴുകാതെ സുഗന്ധദ്രവ്യം ഉപയോഗിച്ച് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ശവം മമ്മി പോലെയായി തീർന്നിട്ടുണ്ട്. നിയമം മമ്മിക്ക് ശ്വാസമോ രക്തചംക്രമണമോ ചലനമോ ഇല്ല. ഗാഢമായ ഉറക്കം പോലെ. അതുപോലെയാണ് ഇപ്പോൾ നിയമം. ജീവനില്ല, ശ്വസനമില്ല, രക്തമില്ല. അതിന്മേൽ ഇരിക്കാം, എന്തു വേണമെങ്കിലും അതിന്മേൽ വയ്ക്കാം. ഒരെതിർപ്പും ഉണ്ടാകുകയില്ല, കാരണം അതിന് ജീവനില്ല. അതുപോലെ വളരെ പേർ നിയമത്തെ ഇരിപ്പിടമാക്കുന്നു. സാധനങ്ങൾ വയ്ക്കുകയും വൃത്തികേടുകൾ കൂന കൂട്ടുകയും ചെയ്യുന്നു. തങ്ങളുടെ മരിച്ചുപോയ മനസാക്ഷി തീർച്ചയായും അവരോട് എതിർക്കുകയില്ല. ഇസ്രായേലിന്റെ ഒരു വലിയ വിഭാഗത്തെ നൈൽ നദീതടങ്ങളിലും ഈജിപ്തിലെ മരുഭൂമികളിലും കാണുന്ന പാറത്തടികളോട് താരതമ്യപ്പെടുത്താൻ കഴിയും. കട്ട പിടിച്ച് പാറയായി തീർന്നിരിക്കുന്ന അവ ഒരു കാലത്ത് ജീവിച്ചിരുന്നവ. മനോഹരമായ ഇലകൾ, പുഷ്പങ്ങൾ, ഫലങ്ങൾ ഇവ വഹിച്ചിരുന്നവയായിരുന്നു. ആ വൃക്ഷങ്ങൾ നിന്നിരുന്ന സ്ഥലം ഭൗമി പർദീസ പോലെ മനോഹരമായി മനുഷ്യർക്കും മൃഗങ്ങൾക്കും വിശ്രമ സങ്കേതങ്ങളായി. മരുഭൂമിയിലെ വരൾച്ചയും ചുട്ടുപഴുത്ത മണൽ ഉളവാക്കുന്ന കടുത്ത ദാഹം, വായിലേക്ക് മണൽ കടക്കുവാൻ ഇടയാക്കുന്ന ചൂടുകാറ്റ്, ഇവയിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കുവാനുള്ള സങ്കേതം. അല്പസമയം കൊണ്ട് ശവശരീരങ്ങളെ ചുണ്ണാമ്പുകട്ട പോലെ ഉണക്കി മാംസത്തെ പൊടിയാക്കി അസ്ഥികൂടത്തെ മാത്രം അവശേഷിപ്പിക്കുന്ന സൂര്യന്റെ കരുണയില്ലായ്കയെ അവർ വിസ്മരിക്കാനിടയാക്കുന്നു. ഇങ്ങനെയുള്ള അസ്ഥികൂടങ്ങൾക്ക് നല്ല മിനുസം. സമർത്ഥനായ ഒരു ശില്പി പണിത് മിനുക്കിയതാണെന്ന് തോന്നിക്കും. ഈ വൃക്ഷത്തണലിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാം യാത്രക്കാർ മറന്നു പോകുന്നു. കാരണം അവർക്ക് തണലും കുടിവെള്ളവും തുടർന്നുള്ള യാത്രയ്ക്ക് ശക്തി ലഭിക്കാൻ പഴങ്ങളും ഈ സ്ഥലത്ത് കിട്ടുന്നുണ്ട്. കുറെ കഴിഞ്ഞ് അറിയപ്പെടാത്ത ഏതോ കാരണങ്ങളാൽ ആ വൃക്ഷങ്ങൾ വാടിക്കരിഞ്ഞു പോകുന്നു.
ശപിക്കപ്പെട്ട വസ്തുക്കൾ പോലെ നശിച്ച അവ മൃഗങ്ങളെ ഓടിക്കാൻ രാത്രിയിൽ ആഴി കൂട്ടുന്നതിനോ വിദൂരത്തു നിന്ന് വരുന്ന യാത്രക്കാരുടെ രാത്രി വിശ്രമത്തിൽ ഈർപ്പമില്ലാതെ വായു ലഭിക്കുന്നതിന് തീയിടാനോ മാത്രമേ ഉപകരിക്കൂ. വിറകിന് കൊള്ളില്ല, കാരണം അവ കല്ലുപോലെ ആയിപ്പോയി. മന്ത്രവാദം കൊണ്ട് സംഭവിച്ചാൽ എന്ന പോലെ മണൽ ഉള്ളിലേക്ക് കടന്ന് വേര്, തടി, ശിഖരങ്ങൾ എല്ലായിടത്തും വ്യാപിച്ച് ഇലകൾ വരെ എത്തി. കാറ്റ് ഇളം ചില്ലകളെ ഒടിക്കുകയും ഒരേ സമയം കടുപ്പമുള്ളതും മയമുള്ളതുമായ വെൺകല്ല് പോലെ നടുവെ കീറിക്കളയുകയും ചെയ്യുന്നു. എന്നാൽ ബലമുള്ള കമ്പുകൾ തായ്തടിയോട് ചേർന്ന് നിൽക്കും. ക്ഷീണിതരായി മണലാരണ്യത്തിലൂടെ വരുന്ന കച്ചവട സംഘത്തെ ചതിക്കും. കണ്ണഞ്ചിക്കുന്ന സൂര്യപ്രകാശത്തിൽ കച്ചവടക്കാർ കാണുന്നത് നേരെ നിൽക്കുന്ന തടികളുടെ നിഴലാണ്. അവ വനമാണെന്ന് കരുതി, അവിടെ വെള്ളവും തണുപ്പും കിട്ടുമെന്ന് കരുതി കച്ചവട സംഘം അങ്ങോട്ട് പോകുന്നു. എന്നാൽ അവ മിഥ്യ മാത്രം, മരീചിക. മൃതമായവയുടെ യഥാർത്ഥ സാന്നിധ്യം കല്ലുപോലായി തീർന്ന തടി മാത്രം. ഞാൻ അത് കണ്ടു. അന്ന് ഒരു കുഞ്ഞിനേക്കാൾ അല്പം കൂടെ മാത്രം പ്രായമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഭൂമിയിലെ ഏറ്റവും സങ്കടകരമായ ദൃശ്യങ്ങളിലൊന്നായി ഇപ്പോഴും ഞാൻ അത് ഓർക്കുന്നു. അങ്ങനെയാണ് എനിക്കത് അനുഭവപ്പെട്ടത്. എന്നാൽ ഭൂമിയിലെ പൂർണ്ണമായി മരിച്ച് പൂർണ്ണമായി സങ്കടം വരുത്തുന്ന കാര്യങ്ങൾ ഞാൻ കാണുകയും സ്പർശിക്കുകയും അനുഭവിക്കുകയും അളന്നു തൂക്കി നോക്കുകയും ചെയ്യുന്നത് വരെ മാത്രമേ അങ്ങനെ ചിന്തിച്ചുള്ളൂ. പദാർത്ഥപരമല്ലാത്തവ മൃതമായ പുണ്യങ്ങളും മൃതരായ ആത്മാക്കളും. ആദ്യം പറഞ്ഞവ ആത്മാക്കളിൽ മൃതമാണ്, പിന്നെ പറഞ്ഞവ സ്വയം കൊന്നു കളഞ്ഞവയാണ്. ഇസ്രായേലിന് നിയമമുണ്ട്, പക്ഷേ അത് മരുഭൂമിയിലെ വൃക്ഷങ്ങൾ പോലെ കഠിനമാക്കപ്പെട്ടവയും വെൺകല്ലും മൃതവും വഞ്ചനയുള്ളതുമായി തീർന്നിരിക്കുന്നു. ഉപയോഗമില്ലാത്തത് ഉപദ്രവകരവും അവ മനുഷ്യരെ വശീകരിച്ച് വഴിതെറ്റിക്കുന്ന മരീചിക സൃഷ്ടിക്കുകയും അങ്ങനെ ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും ദുരിതം കൊണ്ടും മരിക്കാനിടയാക്കുകയും ചെയ്യുന്നു. നമ്മൾ ചില വിജാതീയ പുരാണ കഥകളിൽ വായിക്കുന്നത് പോലെ അത് മരണമാണ്, മരണത്തിലേക്ക് ആകർഷിക്കുന്നതാണ്. ഒരു നിയമം കല്ലായി തീർന്നിട്ട് കല്ലായി തീർന്ന ആത്മാവിൽ അത് എങ്ങനെയായിരിക്കും? അത് തെളിവായി കാണിക്കുന്ന ഒരു സംഭവം ഇന്നുണ്ടായി. അത് എല്ലാ തരത്തിലുള്ള പാപത്തിനും നിർഭാഗ്യാവസ്ഥയ്ക്കും കാരണമായി. കരുണയുടെ വെളിച്ചത്തിൽ ഞാൻ തന്ന സമഗ്രമായ അറിവിന്റെ പ്രകാശത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്നും നിയമം നിങ്ങളിൽ ജീവിക്കാൻ അനുവദിക്കുന്നതെന്നും പഠിക്കാൻ ഇതുപകരിക്കട്ടെ. ഇപ്പോൾ പാതിര ആയി. നക്ഷത്രങ്ങൾ താഴേക്ക് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവവും താഴേക്ക് നമ്മെ നോക്കുന്നുണ്ട്. നക്ഷത്ര നിബിഡമായ ആകാശത്തിലേക്ക് കണ്ണുകളുയർത്തി നോക്കൂ. നിങ്ങളുടെ ആത്മാക്കളെ ദൈവത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുക. ദൈവം ശിക്ഷിച്ച ആ ഹതഭാഗ്യരായ മനുഷ്യരെ വിമർശിക്കേണ്ട. അതുപോലുള്ള പാപങ്ങളിൽ വീഴാത്തത് നിമിത്തം അഹങ്കരിക്കുകയും വേണ്ട. ഈജിപ്തിലെ മരുഭൂമികളിലും താഴ്വരകളിലുമുള്ള ശപിക്കപ്പെട്ട ആ വൃക്ഷങ്ങളുടെ വരൾച്ചയിലേക്ക് വീഴുകയില്ലെന്ന് ദൈവത്തോടും നിങ്ങളോട് തന്നെയും പ്രതിജ്ഞ ചെയ്യുക. സമാധാനം നിങ്ങളോട് കൂടെ. അവൻ അവരെയെല്ലാം അനുഗ്രഹിച്ചതിന് ശേഷം ആലയുടെ വിശാലമായ വളപ്പിലേക്ക് പോകുന്നു. നാടൻ രീതിയിലുള്ള പൂമുഖങ്ങളിലെല്ലാം ഇടയന്മാർ പുതിയ വൈക്കോൽ നിരത്തി കർത്താവിന്റെ ദാസർക്കെല്ലാം കിടക്കകൾ തയ്യാറാക്കിയിട്ടുണ്ട്.